ഡ്യൂഡി എവിടെ പോയി? ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല. അത് കുറേ കമന്റ്സ് ആയിരുന്നു. എനിക്ക് വന്നിപ്പോൾ റീസെന്റ് ഒരു 10 വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല. സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞിപ്പം എന്താ പറയാ, അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ആദ്യം കോളേജിൽ പോയിരുന്നു. കോളേജിൽ പോകുമ്പോൾ ആ ഒരു തിരക്കും ഇതൊക്കെ ആയിരുന്നു. അവള് 2 മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള്. അപ്പൊ ആ ടൈമില് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആൾക്ക് ഇപ്പം അവള് കഴിഞ്ഞ് ഫ്രീ ആയി. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അന്ന് ലൈവില് വന്നപ്പോഴും കണ്ടില്ല അവൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുന്നുള്ള ക്വസ്റ്റ്യൻസിന് മേ ബി ചാൻസ് കുറവാണ്. കാരണം അവളിപ്പോൾ ഓൾറെഡി വേറെ ചാനലുണ്ട്. കാരണം അവൾ പുറത്ത് പോകുന്നൊക്കെ അവളുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇവളും പുറത്ത് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും അങ്ങനത്തെ ഗ്യാങ്സ്. അപ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക്, അപ്പം ഞങ്ങളുടേക്ക് ഷൂട്ട് ചെയ്യുക, അവൾ അവളുടേക്ക് ഷൂട്ട് ചെയ്യുക. അപ്പം അതങ്ങനെ സെപ്പറേറ്റിലേക്ക് ഇനി പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഡ്യൂട്ടി ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു രീതിയിലല്ലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോളേജിൽ പോകുന്ന നമ്മളായിരുന്നാലും ശരി, വീട്ടിൽ തീർച്ചയായിട്ടും വരുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ട്, അങ്ങനെ ഇരിക്കുന്ന സമയത്തൊന്നും വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഡ്യൂട്ടി ആയിട്ട് ഇപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ ഉണ്ട്. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രായത്തിലുള്ള മിക്ക ആൾക്കാരും ചിലപ്പോൾ വീട്ടിൽ അധികം കറങ്ങാനൊന്നും പോകത്തില്ല, അല്ലെങ്കിൽ വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതത്ര കൺവിൻസിങ് ആയിട്ടല്ലേ അവർ പറയുന്നതെന്നുള്ളതാണ് മെയിൻ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്യൂട്ടി ഇതിനു മുമ്പ് ഇതേണത്തുള്ള ഒരുപാട് നാളായിട്ട് മാറിയൊക്കെ നിന്നിട്ടുണ്ട്, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ വട്ടം ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി അധികമായിട്ടൊന്നും വീഡിയോ വരുന്നില്ല. ഇവർ മാത്രമാണ് അധികമായിട്ട് വീഡിയോയിലൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കാവുന്നതാണ്. ഇപ്പോൾ ഡ്യൂഡി അവരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഡ്യൂഡിയെ ഒരു ചാനൽ തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് തന്നെ ചെറുതായിട്ടൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഇവർ എല്ലാവരും ഉണ്ടെങ്കിൽ ഒരേ ചാനൽ ഇതേണക്കത്തുള്ള വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഇനി പെട്ടെന്നുണ്ടെങ്കിൽ ഡ്യൂഡി ഒരു ചാനൽ തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഉണ്ടെങ്കിൽ വേറൊരു പൈസ വരുമാന മാർഗ്ഗം കിട്ടാൻ വേണ്ടി വേറൊരു ചാനൽ തുടങ്ങിയെന്ന് അവന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വട്ടം പോലും ഉണ്ടെങ്കിൽ ഇവരതിനകത്ത് അങ്ങനെ വന്നിട്ടേ ഇല്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉറപ്പ് പറയാൻ തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇപ്പം മിക്ക ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ മുമ്പ് തന്നെ ആയിരുന്ന ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു. അവർ സഹോദരന്മാർ ഒരുപാട് നാളായിട്ട് വീഡിയോ ഒക്കെ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ പിന്നെ 2 ചാനലായി 2 രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കണക്ക് തന്നെയാണ് ഇവരുടെ കാര്യം എന്നാണ് എനിക്കും തോന്നുന്നത്. ഇപ്പം കുറേ നാളായിട്ടുണ്ടെങ്കിൽ ഇവർ ഇതേ കണക്ക് ഒരുമിച്ചാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഡ്യൂട്ടി ഇതിനകത്ത് വരാതായി, പിന്നെ പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങുന്നത്, അതിനകത്തുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. സോ എന്തായിരുന്നാലും ശരി, എന്തോ ഒരു ഫാമിലി ഇഷ്യൂ ഇതിനകത്തും ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ പോലെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി പറയുന്നൊന്നുമില്ല. അവർ പേഴ്സണലായിട്ട് ഇത് തീർക്കുന്നതെന്നാണ് തോന്നുന്നത്. ബട്ട് അതാണ് ബെറ്റർ. ബാക്കിയുള്ളവരെ പോലെ ഉണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിൽ വന്ന് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും ബെറ്റർ. എന്തായിരുന്നാലും ഇങ്ങനത്തുള്ള ഫാമിലി ഇഷ്യൂസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വീട്ടുകാരും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് അടികൂടിയൊക്കെ വെളിയിൽ പോയി, പിന്നെ അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തുള്ള രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.